ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻഡിപെൻഡൻസ് ഡേ ആണ് വരുന്നത്. നമ്മുടെ എല്ലാവരുടെയും സെലിബ്രേഷൻ വീട്ടിൽ നിന്ന് തന്നെയായിരിക്കും, പ്രത്യേകിച്ച് കുട്ടികളുടെ സെലിബ്രേഷൻ. അപ്പോൾ ഈ ഒരു സെലിബ്രേഷനിലേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇവിടെ തീമായിട്ട് എടുത്തിട്ടുള്ളത് ഇന്ത്യൻ ഫ്ലാഗാണ്. 3 ഡിഫറെൻറ്റ് കളറിലാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ക്രീം മാത്രമല്ല, കേക്കും ഡിഫറെൻറ്റ് ഫ്ലേവറിൽ ഉണ്ടാക്കിയെടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അതിനായി വെൽക്കം ബാക്ക്, എല്ലാവർക്കും ZN ബ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിവിടെ 2 ഡിഫറെൻറ്റ് ഫ്ലേവറിൽ 2 കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നിച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇവിടെ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ചെറിയ കേക്കാണ്, തിന്നായിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത് രണ്ടും. അപ്പോൾ 1 കപ്പ് മൈദ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ കേക്കിലേക്കുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്, റൂം ടെമ്പറേച്ചറുള്ള 2 മുട്ട. അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങളിനി ഉണ്ടാക്കുന്ന സമയത്ത് 2 കേക്കും ഒരേ ടൈമിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നിച്ച് ബീറ്റ് ചെയ്തെടുത്താൽ മതി. 2 കേക്കിൻ്റെയും ഒന്നിച്ച് ബീറ്റ് ചെയ്ത് ഫ്ലേവർ ആഡ് ചെയ്യുന്ന സമയത്ത് മാത്രം ഡിവൈഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ആദ്യം 1 ബേക്ക് ചെയ്തതിന് ശേഷമാണ് മറ്റേത് ബേക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2 മുട്ട ആദ്യം എടുത്തത്. ഇതൊരു കേക്കിലേക്കുള്ളതാണ്. ഇതാ നമുക്കിവിടെ കാണാം, എഗ്ഗ് നല്ലപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ലൈറ്റ് കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ആഡ് ചെയ്യണം. അപ്പോൾ 1 ടീസ്പൂണാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അടുത്തതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഇവിടെ ആഡ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്, 2 ടേബിൾ സ്പൂൺ. ഈ ഫസ്റ്റ് കേക്ക് പിസ്താഷ്യോ കേക്കാണ്. അതിനുവേണ്ടി 50 ഗ്രാം പിസ്താഷ്യോസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂൺ പാലിൽ നല്ലപോലെ അരച്ചെടുത്തതാണിത്. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് എഗ്ഗ് കൂടുതലായിട്ട് ബീറ്റായി പോകരുത്. അപ്പോൾ കുറേശ്ശെ ബീറ്റ് ചെയ്തെടുക്കുക. നമുക്കിതൊന്ന് മിക്സ് ചെയ്യുന്ന പാകത്തിൽ ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് 1/2 കപ്പ് മെഷർ ചെയ്തെടുക്കുകയാണ്. ബാക്കിയുള്ളത് നമ്മൾ സെക്കൻഡ് കേക്കിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ 1/2 കപ്പ് നമുക്കിതിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഫൈനലായിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് പിസ്ത ഇലൈച്ചി എസെൻസ് ആണ്. അതൊരു 3 to 4 ഡ്രോപ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഇത് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളറ് നമ്മുടെ കേക്കിനുണ്ടാകും. അതേപോലെ ഒരു ലൈറ്റ് ഫ്ലേവർ ഉണ്ടാകും. അധികമല്ലാത്തൊരു ചെറിയൊരു ഫ്ലേവർ, പിസ്തയുടെ ഫ്ലേവറും ഉണ്ടാകും. അപ്പോൾ ഇതാ പിസ്താഷ്യോ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ടിൻ ഒന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്. കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ബട്ടർ പേപ്പറും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ കംപ്ലീറ്റ് ഒഴിച്ചതിന് ശേഷം നമുക്ക് കേക്ക് ടീനൊന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് കളഞ്ഞെടുക്കണം. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് അവനിലല്ല, പ്രഷർ കുക്കറിലാണ്. അപ്പോൾ പ്രഷർ കുക്കർ ഒന്ന് ഹീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെക്കുകയാണ്. ഇവിടെ കേക്ക് ടിന് പ്രഷർ കുക്കറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പഴയ തളികയുടെ മുകളിൽ കേക്ക് ടിന് വെക്കാം. ഇത് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമ്മൾ വെക്കുകയാണ്. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ്സ് കൂടി വെക്കുന്നുണ്ട്.
അപ്പോൾ ഫസ്റ്റ് കേക്ക് അവിടെ റെഡി ആയിക്കോളും. നമുക്കിനി സെക്കൻഡ് കേക്കിലേക്ക് പോകാം. അപ്പോൾ സെക്കൻഡ് കേക്ക് നമ്മൾ ക്യാരറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഒരു ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ പാലാണ്. അതിലേക്ക് ഒരു പിഞ്ച് ഓറഞ്ച് റെഡ് കളർ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കളർ യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്ത ക്യാരറ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ പിസ്താഷ്യോ കേക്ക് റെഡിയാവാൻ ടൈം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ വളരെ തിന്നായിട്ടുള്ളൊരു കേക്കാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് കുക്കായി കിട്ടാൻ അധികം ടൈം വേണ്ടി വരില്ല. ഒരു 20 മിനിറ്റ്സേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് സെൻറ്ററിൽ നമ്മൾ പ്രിക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. നല്ലപോലെ കുക്കായിട്ടുണ്ട്. കേക്ക് ഇതാ നല്ലപോലെ തണുത്തിട്ടുണ്ട്. നമുക്ക് കേക്കിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ കേക്ക് നമ്മുടെ ട്രൈകളർ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനുവേണ്ടി ഇതിൽ ബൾജ് ചെയ്ത പോർഷനെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതാ കേക്കിൻ്റെ ഹൈറ്റ് നമ്മൾ ഈവൺ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ സൈസും ഒന്ന് കുറച്ചെടുക്കണം. സൈസ് കുറയ്ക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഫ്രോസ്റ്റിംഗ് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. അടുത്തത് ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈവണായിട്ട് എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ കേക്ക് മാറ്റി വെക്കാം. ഇത് നമ്മൾ ക്യാരറ്റ് കേക്കിൻ്റെ പ്രിപ്പറേഷനിലേക്കാണ് പോകുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ്. റൂം ടെമ്പറേച്ചറുള്ള 2 എഗ്ഗ് എടുത്ത് നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. എഗ്ഗ് നല്ലപോലെ ബീറ്റ് ആയതിനു ശേഷം ഒഴിക്കുന്നത് 1 ടീസ്പൂൺ വാനില എസൻസ്, ഇത് 1 കപ്പ് പൊടിച്ച പഞ്ചസാര, രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇനി നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ഓരോ ബാച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദയിൽ നിന്ന് 1/2 കപ്പ് ഓരോ ബാച്ചായി ആഡ് ചെയ്ത് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുകയാണ്. ക്യാരറ്റ് കേക്കിൻ്റെ ബാറ്ററും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന് പ്രിപ്പയർ ചെയ്തതിനു ശേഷം അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് കളയാൻ നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ പിസ്താഷ്യോ കേക്ക് ഉണ്ടാക്കിയതുപോലെ തന്നെ. ഓൾ ടുഗദർ 20 മിനിറ്റ്സ് ആണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ എടുക്കുന്നത്. 5 മിനിറ്റ്സ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പിസ്താഷ്യോ കേക്ക് കട്ട് ചെയ്തെടുത്തതുപോലെ ഈ കേക്കും കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ കേക്കിലേക്കും നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഷുഗർ സിറപ്പ് ഈവൺ ആയിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാനുണ്ട്. വിപ്പിംഗ് ക്രീം ഒരു 300 ഗ്രാം മതിയാകും ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ. ഇതിലേക്ക് വനില എസൻസ് ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് ഷുഗർ കണ്ടൻറ് ഉള്ള വിപ്പിംഗ് ക്രീമാണ്. അതുകൊണ്ട് അധികം ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒട്ടും ആഡ് ചെയ്യണ്ട. പിന്നെ മധുരം കുറേ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 2 to 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം.
ക്രീം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിവൈഡ് ചെയ്ത് ഡിഫറെൻറ്റ് കളർ കൊടുക്കണം. ഗ്രീൻ കളറിന് പിസ്ത ഇലൈച്ചി എസൻസ് തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. 5 to 6 ഡ്രോപ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. സാഫ്രൺ കളറിന് ഓറഞ്ച് റെഡ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഫുഡ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതും ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഗ്രീൻ ആൻഡ് സാഫ്രൺ കളർ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തത് കേക്ക് ടിന്നിൻ്റെ അകത്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രോസ്റ്റിംഗ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത്. ഇതിനായിരുന്നു നമ്മൾ കേക്കിൻ്റെ സൈസ് കുറച്ചത്. കേക്ക് ടിന്നിൻ്റെ അകത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ഗ്യാപ്പ് കിട്ടും. അവിടെയാണ് നമ്മൾ ക്രീം ഫിൽ ചെയ്തെടുക്കുന്നത്. ഇത് കുറച്ചുകൂടി എളുപ്പമുള്ള മെത്തേഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഫോളോ ചെയ്യുക. നമ്മളിപ്പോൾ ഇവിടെ ഗ്രീൻ കളർ ക്രീമാണ് ഫില്ല് ചെയ്യുന്നത്. ഇത് ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഫില്ലായിട്ട് കിട്ടും. അപ്പം ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ കാര്യം ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. ലെയർ ചെയ്യുന്നതിൻ്റെ മുന്നേ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യം, ബേക്കിംഗ് പേപ്പർ പ്ലേസ് ചെയ്യണമായിരുന്നു കേക്ക് ടിന്നിൻ്റെ സൈഡിൽ. അത് നമ്മൾ പ്ലേസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ കേക്ക് ടിന്നിൻ്റെ ഫ്രോസ്റ്റിംഗ് അടിപൊളിയായിട്ട് കിട്ടും. ഇപ്പോഴും കിട്ടും, പക്ഷേ ചെറിയൊരു ചേഞ്ച് ഉണ്ടാകും. അത് നിങ്ങൾക്ക് വീഡിയോൻ്റെ എൻഡിൽ കാണാം. അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കാതെ ബേക്കിംഗ് പേപ്പർ പ്ലേസ് ചെയ്തിട്ട് ഫ്രോസ്റ്റ് ചെയ്യാം. എക്സ്ട്രാ പിസ്ത ക്രീം ബാക്കിയുള്ളതുകൊണ്ട് അത് ഞാൻ ഇവിടെ കവർ ചെയ്യാണ്. അത് ഓപ്ഷണലാണ്. അപ്പോൾ ക്രീം ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ഫില്ല് ചെയ്തേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം, വൈറ്റ് കളർ പ്ലെയിൻ വിപ്പിംഗ് ക്രീം ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ സെക്കൻഡ് കളറ് നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് തിക്നെസ്സിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കേക്കിൻ്റെ സൈസിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ക്യാരറ്റ് കേക്ക് സാഫ്രൺ കളറാണ്. അപ്പോൾ ക്യാരറ്റ് കേക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ആ ഗ്യാപ്പും നമുക്കിതേപോലെ സാഫ്രൺ കളർ യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യാം. ഓറഞ്ച് റെഡ് കളറ് നമ്മൾ നേരത്തെ കളർ മിക്സ് ചെയ്തത് ഇതുപോലെ ഗ്യാപ്പിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ക്രീം വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. പക്ഷേ ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു 6 to 8 hours റെഫ്രിജറേറ്റ് ചെയ്യണം. കാരണം ഇതിൻ്റെ സെൻറ്ററിലെ ക്രീം ലെയർ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സെറ്റായതിനു ശേഷം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഒരു 8 hours ശേഷം നമ്മൾ കേക്ക് ടിന്നിൽ നിന്ന് കേക്ക് പുറത്തെടുക്കുകയാണ്. നേരത്തെ പറഞ്ഞിരുന്നു ബേക്കിംഗ് പേപ്പർ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുകയെന്ന്. അപ്പോൾ ഇതൊന്നും ജസ്റ്റ് സ്പ്രെഡ് ആവും നമ്മളിത് ഊരിയെടുക്കുന്ന സമയത്ത്. ഈ ഒരു ടൈപ്പ് കേക്ക് ടിന് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബേക്കിംഗ് പേപ്പർ യൂസ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് സ്ക്രേപ്പ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കേക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഇൻഡിപെൻഡൻസ് ഡേക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കി എല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. So see you in next video. Till then, take care and bye bye.